ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ജർമ്മനിയിൽ ഇപ്പോൾ സമ്മറൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇവിടെ അടിപൊളി വെതറൊക്കെയാണ്. നാട്ടിലിപ്പോൾ മഴയാണ്, പക്ഷേ ഇവിടെ കിടിലൻ വെതറാണ്. അപ്പോൾ എനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ഓർത്തു എങ്ങോട്ടെങ്കിലും നമുക്ക് വെറുതെ ഇങ്ങനെ പോവാം, വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ. ഇപ്പോൾ ഇവിടെ വന്ന് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചുമ്മാ നേരെ നടന്നു, ഇടയ്ക്കൂടെ ഒരു വഴി കണ്ടപ്പോൾ തിരിഞ്ഞു. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ഇത് ഇനി തിരിച്ചു വേണം, ഞാൻ മാപ്പ് നോക്കണം. എനിക്ക് കറക്റ്റ് വഴി അറിയത്തില്ല. ഞാൻ ഏതൊക്കെ വഴി കൂടി കയറി ഇങ്ങനെ വന്നപ്പം ഒരു നല്ല സ്ഥലം, ഇരിക്കാനൊക്കെ ഒരു നല്ല സ്ഥലം കണ്ടു. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും സംസാരിക്കാനും, ഇതുപോലെ പട്ടിയായിട്ടും കുട്ടിയായിട്ടും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനും എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും, ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയി ഇരിക്കാറുണ്ട്. ഇവിടെ പക്ഷേ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരിക്കലും ഇത് വൃത്തികേടാക്കത്തില്ല. ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യും, നല്ല വൃത്തിയായിട്ട് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്ത് ഇവരത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ നടന്ന് കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തിങ്കളാഴ്ച തൊട്ട് വർക്കുണ്ട്, ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ മുട്ടയും പാലും മേടിക്കണം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മൾ മുട്ടയും പാലും മേടിക്കാൻ പോകുന്നത്. പിന്നെ എന്തെങ്കിലും കൂടെ മേടിക്കണം. അപ്പോൾ ഞാൻ ആൽഡിയിലേക്കാണ്, അങ്ങോട്ട് പോകാം. ആൾഡി ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ എല്ലാത്തരം സാധനങ്ങളും കിട്ടും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാ കുലുത്ത് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ചീപ്പറാണെന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി അതെ. അപ്പോൾ ഞാൻ പാലും മുട്ടയും മേടിക്കാൻ പോയി, ഞാൻ വേറെ എന്തൊക്കെയോ മേടിച്ചു. അതെപ്പോഴും അങ്ങനെയാണ്. എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെയെന്ന്. നിങ്ങളാരെങ്കിലും അങ്ങനെയാണോ? ആണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണം. എനിക്ക് വഴി അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മാപ്പൊക്കെ നോക്കി ഫൈനലി ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വീട്ടിലെത്തി. ഇനി എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്, കാരണം എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.